കേരളത്തിലുള്ള വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ പേരിലുള്ള പ്രസിദ്ധമായ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുതലക്കോടം സെൻറ് ജോർജ് പള്ളി. തൊടുപുഴയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിലായുള്ള മുതലക്കോടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രശസ്തമായ സെൻറ് ജോർജ് ചർച്ച് മുതലക്കോടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ, കാളിയാറൊക്കെ പോകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ നമുക്കിവിടേക്ക് എത്തിച്ചേരാം. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മുതലക്കോടം പള്ളി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിക്കുവാനായി എത്തുന്ന വിശ്വാസികളെ എപ്പോഴും തന്നെ കാണാം. കേരളത്തിലുള്ള വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ പേരിലുള്ള പ്രസിദ്ധമായ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുതലക്കോടം. അരുവിത്തുറ, എടത്വ, ഇടപ്പള്ളി എന്നിവയാണ് മറ്റു 3 പള്ളികൾ. പള്ളിയുടെ മുന്നിലായി ഇവിടെ ഒരു തുറന്നു വച്ചിരിക്കുന്ന ബൈബിളിൻ്റെ സ്റ്റാച്യു കാണാം. AD 10-ാം നൂറ്റാണ്ടിനോ 11-ാം നൂറ്റാണ്ടിനോ ഇടയിലായി മുതലക്കോടം ദേവാലയം സ്ഥാപിതമായി എന്ന് വിശ്വസിച്ചു പോരുന്നു. മറ്റത്തിൽ മുത്തിയെന്ന് വിളിപ്പേരുള്ള പ്രഫിയാണ് മുതലക്കോടത്ത് തുടങ്ങിയ ആദ്യ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തതും ചിലവുകൾ വഹിച്ചതും. എപ്പോഴും തന്നെ വിശ്വാസികൾ എത്തുന്ന പള്ളിയായതിനാൽ ഇവിടെ നിരവധി വാഹനങ്ങളും കാണാം. പള്ളിയോട് ചേർന്ന് തന്നെയാണ് പാരീഷ് ഹാളും. AD 600-ൽ സ്ഥാപിതമായ കിഴക്കിൻ്റെ മാതൃദേവാലയം എന്നറിയപ്പെടുന്ന മൈലക്കൊമ്പ് ഇടവകയിൽ നിന്നും വിഭജിക്കപ്പെട്ടതാണ് മുതലക്കോടം ദേവാലയം. അതായത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പല പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതിരുന്നു. ഇപ്പോഴുള്ള ദേവാലയത്തിൻ്റെ നിർമ്മാണം 1973-ലാണ് നടന്നത്. റവറൻ ഫാദർ ജോർജ് ചാത്തംകോട്ടായിരുന്നു അന്നത്തെ പള്ളി വികാരി. പള്ളിയുടെ മുന്നിലായി 19 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പുരാതനമായ കൽക്കുരിശ് കാണാം. പള്ളി പണിയിപ്പിച്ച മറ്റത്തിൽ മുത്തി തന്നെയാണ് ഈ കൽക്കുരിശും പണിയിപ്പിച്ചത്. ഇവിടെ എത്തുന്ന വിശ്വാസികളെല്ലാവരും കൽക്കുരിശിങ്കൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സദാസമയവും അണയാത്ത തിരിയുടെ തീനാളങ്ങൾ കൽക്കുരിശിങ്കൽ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ വിശ്വാസികൾ എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ നൊവേനയുമുണ്ട്. അതിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥലത്തു നിന്നുമായി ഒരുപാട് ആളുകൾ എത്താറുമുണ്ട്. പള്ളിയുടെ ഇടതുവശത്തായി റോഡിനോട് ചേർന്ന് ഗീവർഗീസ് പുണ്യാളൻ്റെ ഈയൊരു രൂപവും കാണാം. ഇവിടെ നിന്നും പള്ളിമുറ്റത്തേക്ക് പടവുകളുണ്ട്. പടവുകൾ കയറി വരുമ്പോൾ പള്ളിമണിയുടെ അടുത്തേക്കാണ് നടന്നു വരുന്നത്. മുതലക്കോടത്തെ പള്ളിമണിയാണ് ഈ കാണുന്നത്. ഈ പള്ളിമണിയിൽ കൊല്ലവർഷം 780 ഇടവം എന്ന് ലിപിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് AD 1605-ൽ നിർമ്മിതമായത് എന്ന് അർത്ഥം. മുതലക്കോടം ദേവാലയത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഇവിടുത്തെ നേർച്ച കാഴ്ചകൾ. ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് പലവിധ നേർച്ചകൾ ചെയ്യാനുള്ള അവസരങ്ങളുമുണ്ട്. പള്ളിയുടെ വലതുവശത്തായി മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കാണാം. മനോഹരമായ രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയാണിത്. ഗ്രോട്ടോയുടെ മുന്നിൽ വിശ്വാസികൾക്ക് തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട്. പള്ളിയും പരിസരവും നല്ല വൃത്തിയായി തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. കുരിശിൻ തൊട്ടിയുടെ 2 വശത്തുമായി നല്ല പുൽത്തകിടുകളും കാണാം. ഞാൻ ഈ പള്ളി സന്ദർശിക്കുന്നത് സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ചയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയുടെ മോണ്ടളത്തിൽ മാതാവിൻ്റെ ഒരു രൂപം കാണാമായിരുന്നു. മുതലക്കോടം പള്ളി ഒരു ഫൊറോന പള്ളി കൂടിയുമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1312. കോതമംഗലം രൂപതയുടെ കീഴിലാണ്. ആനവാതിൽ പിന്നിട്ട് പള്ളിക്കകത്തേക്ക് നടക്കുമ്പോൾ 2 വശത്തുമായി 2 രൂപങ്ങളുണ്ട്. വലതുവശത്ത് ഗീവർഗീസ് പുണ്യാളൻ്റെയും ഇടതുവശത്ത് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും രൂപമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗീവർഗീസ് സഹദായുടെ രൂപം മറ്റു രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇടതുവശത്തേക്ക് മുഖം തിരിച്ചിരിക്കുന്നതും താടിയുള്ളതുമായ ഈ രൂപം വിദേശ നിർമ്മിതവും പൗരസ്ത്യ ഛായയുള്ളതും നല്ല ആകർഷണീയത ഉള്ളതുമാണ്. ഈ രൂപം പണ്ട് മുതലേ ഇവിടെ പഴയ ദേവാലയത്തിൽ ഉള്ളതായിരുന്നുവെന്നും ദേവാലയം പുതുക്കി പണിതിരുന്ന സമയത്ത് ഇവിടെയുള്ള ഏതോ വീട്ടിൽ സൂക്ഷിച്ചുവെന്നും പള്ളി പുതുക്കി പണിതതിനു ശേഷം വീണ്ടും പള്ളിയിലേക്ക് കൊണ്ടുവന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ കുറച്ചുനേരം ഞാനും പള്ളിക്കുള്ളിൽ ചിലവഴിച്ചു. മുതലക്കോടം പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഏപ്രിൽ അവസാനത്തോടെയാണ് നടത്തുന്നത്. ഏപ്രിൽ 21 മുതൽ 24 വരെയാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ. ഞാനിപ്പോൾ പള്ളിയുടെ പിൻഭാഗത്തായാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടക്കുകയാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് മറ്റത്തിൽ മുത്തിയുടെ കിണർ. മുതലക്കോടം ദേവാലയം സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത
മറ്റത്തിൽ മുത്തി ഉപയോഗിച്ചിരുന്ന കിണറിനടുത്തേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ദേവാലയത്തിൻ്റെ സമീപത്ത് AD 1275 മറ്റത്തിൽ മുത്തി പണി തീർത്തതാണ് ഈ കിണർ. ഇതാണ് മറ്റത്തിൽ മുത്തിയുടെ കിണർ. കിണർ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിണർ ഇവിടെ എത്തുന്ന തീർത്ഥാടകരെയെല്ലാം ആകർഷിക്കുന്ന ഒരു ജലസ്രോതസ്സാണ്. മുതലക്കോടം പള്ളിയിലെ തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ വലിയ ജനത്തിരക്ക് ഉണ്ടാവാറുണ്ട്. പലവിധ നിയോഗങ്ങളുമായി അവരെത്തുന്നു. മുതലക്കോടം മുത്തപ്പൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നു.